എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയുള്ള 2010 സമയം തുടങ്ങിയാണ് മാഷുമായിട്ടുള്ള വളരെ പേഴ്സണലായിട്ടുള്ള അടുപ്പം കൂടുതലായി തുടങ്ങിയത്. അമ്മ മരിച്ചു കിടക്കുമ്പോഴും ബോഡിയുടെ അടുത്ത് ഒരുപാട് നേരം വന്നിരുന്ന വിഷമത്തോടെ ഇരുന്ന മാഷിൻ്റെ അരുമ ശിഷ്യയായിരുന്നു എൻ്റെ അമ്മ. മാഷിനെപ്പോഴും എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും ഞാൻ ഓടിയെത്താറുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾക്കെല്ലാം അറിയാവുന്ന. INS വിക്രാന്തിലൊക്കെ മാഷിനെയും കൊണ്ട് പോയതാണ് ഒരുപക്ഷെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. INS വിക്രാന്ത് അതിൻ്റെ ഫസ്റ്റ് റൗണ്ടുകളെല്ലാം കഴിഞ്ഞ് വന്ന് ഓവറോളിങ്ങും കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് മാഷ് തന്നെ വിളിച്ചു പറഞ്ഞ ഒരു വാക്ക് തന്നത് പാലിച്ചിട്ടില്ല. ആ മഹാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കൊച്ചി പോർട്ടിൽ, എന്നെ ഒന്ന് സ്പർശിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഏതാണ്ട് ഒരാഴ്ച സമയം കൊണ്ട് നേവിയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ പെർമിഷൻ എടുത്തിട്ട് മാഷെ ഒരു 2-3 മണിക്കൂർ അതിനകത്ത് കൊണ്ടുപോയി മാഷക്ക് ഒരുപാട് സന്തോഷം പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമുള്ളത് പറയുമ്പോഴും ഇപ്പോഴും എന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്നാണല്ലോ വിളിച്ചിട്ട് പറഞ്ഞു, ആ TV-യിൽ പറഞ്ഞ ആലപ്പുഴ മീൻകറി അത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. എനിക്കത് കൊതിയൂറുന്നു, എനിക്കത് കേട്ടപ്പോൾ, വിവരണം കേട്ടപ്പോൾ. ഞാനപ്പോൾ തന്നെ പറഞ്ഞു, ഈ സെഷൻ ഒന്ന് കഴിഞ്ഞാൽ ഞാൻ ഓടി വരാം. ഓണത്തിന് മുമ്പ് തന്നെ ഞാൻ കാർത്തിയാനിയിൽ കൊണ്ടിരുത്തി അവരെ കൊണ്ട് ചേർത്തലക്കാരെ അവിടെ കൊണ്ടിരുത്തി ഞാൻ നല്ല വെന്ത ചോറ് കട്ടിച്ചമ്മന്തിയൊക്കെ ആയിട്ട് അപ്പോഴൊക്കെ പറഞ്ഞു, കൂടുതൽ വിവരിക്കണ്ട, എനിക്ക് പിന്നെയും കൊതിയാ വരുന്നത്. ബുധനാഴ്ചയും വന്നില്ലേ എന്നാണ് ചോദിച്ചതെന്നാണ്. അതൊക്കെ ഇനിയൊരു വേദനയുള്ള ഓർമ്മയായിട്ടുണ്ട്. എങ്കിലും മാഷക്ക് അങ്ങനെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആവുന്നതിൻ്റെ തലേന്നും പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ, വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാവാം, പക്ഷേ പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തന്നെയാണ് ഇവിടെ അഡ്മിറ്റ് ആവാൻ വന്നിരിക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ അധികകാലം ഒന്നും ദുരിതം അനുഭവിച്ച് കിടക്കാതെ സ്വർഗം പ്രാപിച്ചുവെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും.